ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് എളുപ്പത്തിലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരമാണ്. നമ്മുടെ പലഹാരം തയ്യാറാക്കാനായിട്ട് അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ പഴമെല്ലാം നന്നായിട്ടൊന്ന് വെന്തുടയട്ടെ. അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതേപോലെ ഒന്ന് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പഴമെല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴേക്കും നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് വെന്തൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം 2 അച്ച് ശർക്കര 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയിട്ട് കല്ലും മണ്ണൊക്കെ അരിച്ച് മാറ്റി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് പഴമെല്ലാം കുറച്ചുകൂടി ഒന്ന് കുറുകി വേവട്ടെ. ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിലാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു എള്ള് വറുത്തെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. റവയും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിയതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആവിച്ചെമ്പിൽ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. പഴം വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഈ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും